ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വിവിധ തരത്തിലുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ആരാധനകള് ചെയ്യുന്ന ഭക്തന്മാര് തൻ്റെ കർമ്മങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഈശ്വര തത്വത്തെ കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണര്, എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് യുഗങ്ങളോളം തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാര്, ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ അപാര കാരുണ്യം, അവരുടെ ഈ സൽക്കർമ്മങ്ങളാണ് ഇന്ന് ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള സൽക്കർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ കർമ്മഫലങ്ങളെ കൊണ്ടാണ് ശരിക്ക് ഇന്നിവിടെ നമുക്ക് എല്ലാവർക്കും ഈ കലികാലത്ത് ഒത്തുകൂടിയിരുന്ന് ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളുടെ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. ഭാഗവതം എന്നുള്ള ഗ്രന്ഥം നമുക്ക് വേദവ്യാസ മഹർഷി തന്നിരിക്കുന്നത് തന്നെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. 1000 വർഷം മുമ്പ് വേദവ്യാസ മഹർഷിക്ക് മനസ്സിലായി, കലികാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ കലുഷിതമാകും ജനങ്ങൾ മുഴുവൻ. അജ്ഞത കൊണ്ട് അവര് പലതരത്തിലുള്ള ഭാവവ്യത്യാസങ്ങൾ അവരിൽ വരുമ്പോൾ അവർക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവർ ഭാഗ്യവാന്മാരല്ലാതെ പോകുന്നു, അവർ ഉപദ്രവിക്കപ്പെടുന്നു. അങ്ങനെയുള്ള അവരുടെ ആ മന്ദഭാവത്തെയൊക്കെ മാറ്റി ജീവിതം സുലഭമാക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഭാഗവതത്തെ കൊണ്ട് തന്നത്. ഭാഗവതത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം തന്നെ എന്താണ്? ശരിക്ക് പരസ്പരാനുകഥനം. പരസ്പരം നമുക്ക് ഈശ്വരബോധത്തെ കണ്ടുകൊണ്ട് നമുക്ക് പെരുമാറാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തില് നമുക്ക് താഴെയെന്നും മുകളിലെന്നും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള തട്ടുകളായിട്ട് നമ്മൾ ഇന്ന് പലതും പറഞ്ഞ് നമ്മൾ ഇന്ന് കലഹിക്കുന്നു. ശരിക്കും ഈശ്വരന്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം ഒന്നാണ്. ഒരു കൊതുകായാലും ആനയായാലും മനുഷ്യനായാലും ഒക്കെ എന്താണ്, ഭഗവാന്റെ ഒരു ചൈതന്യം ഉള്ളത് കൊണ്ടാണ് അതൊക്കെ ഇന്ന് പ്രവർത്തിക്കുന്നത്. എങ്കിൽ ഭഗവാൻ തന്നെയാണ് എല്ലാം എന്നുള്ളത് ഭഗവാന് വ്യക്തമായിട്ട് ധരിക്കാമെങ്കിൽ എവിടെയാണ് അവിടെ പ്രത്യേകിച്ച് ഒരു ഏറ്റക്കുറച്ചിലുകൾ? അപ്പൊ ഈ ഏറ്റക്കുറച്ചിലുകൾ മുഴുവൻ എന്താണ്, നമ്മളുടെ ഈ അജ്ഞത കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സത്യത്തിൽ. അല്ലെ? ഇപ്പൊ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് പലതും നമ്മൾ അവിടെ പറയും. ചിലതൊക്കെ നമുക്ക് നടത്തി തരുമ്പോൾ ഭഗവാൻ കേമായി എന്ന് പറയും. നടത്തി തന്നില്ലെങ്കിലോ ഭഗവാൻ നമ്മളോട് ദേഷ്യായി ഭഗവാൻ എന്നൊക്കെ. ഇങ്ങനെ ഒരു വികാരങ്ങളൊന്നും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ശരിക്കും. നമ്മളതിങ്ങനെ അത് തന്നെയല്ല, ഈ ചെയ്യുന്നതൊക്കെ ആരാണ്? ചെയ്യുന്നതൊക്കെ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ആ സത്യം ഒന്നും മറന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ അവിടെ ചെന്ന് ഓരോന്നും ഇങ്ങനെ പറയുന്നത്. അപ്പോ നമ്മൾ അതിന്റെ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാല്, ഉദിച്ചു വരുന്ന സൂര്യനെ പ്രകാശം കാണിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് കാണിച്ചു കഴിഞ്ഞാലോ എന്തായിരിക്കും അതിന്റെ ഫലം? അതുപോലെയാണ് ശരിക്കും. ഇവിടെയുള്ള പ്രകാശത്തിന്റെ ഒക്കെ ഉടമ, ഇവിടെയൊക്കെ ഉള്ള എല്ലാ പൗരുഷത്തിന്റെയും ഉടമ അതാരാണ്? അത് ഭഗവാനാണ്. ഈ ഒരു സത്യം മറക്കുമ്പോഴാണ് നമുക്ക് പലതും എന്താണ്, എന്നിലൂടെയാണ് പോകുന്നത് എന്നും ഞാനാണ് വേണ്ടതെന്നും ഒക്കെ ഉള്ളൊരു ഒരു ഭാവമാണ് നമ്മളിൽ നിന്ന് വിട്ടുപോയാലേ നമുക്ക് ഈ ഉപാസന കൊണ്ട് പ്രയോജനമാവുന്നുള്ളൂ. ഭാഗവതം നമ്മൾ ഉപാസിക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാം കൊണ്ടും, മാനസികമായിട്ടും ശാരീരികമായിട്ടും, അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഇതിലാണേലും മനസ്സിന്റെ ഇതിലാണേലും വാക്കുകളിലൂടെയാണ്, മനോവാകർമ്മങ്ങളാണെന്ന് പറയുക. അപ്പം ആ വാക്ക് മനസ്സിൽ ഉറയ്ക്കണം, മനസ്സ് കർമ്മത്തിൽ ഉറയ്ക്കണം. അപ്പം പറച്ചാൽ മാത്രം പോരാ, ചിന്തിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലൂടെ നമുക്ക് ഒരേപോലെ ഈ ഒരു മാനസികാവസ്ഥ നമുക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വേണ്ട പോലെ അത് പ്രയോജനകരമായിട്ട് വരുന്നുള്ളൂ അവിടെ. അപ്പം അത് നമ്മൾ ഒരിക്കലും മറക്കരുത് എന്ന് പറയാണ്. എന്ത് ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് ഈ നമ്മളുടെ ഉള്ളിലുള്ള അഹം മമ എന്ന് പറയുന്ന ഈ ഈഗോ, ആ ഈഗോ എന്നാണോ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്,
അത് നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ പോകുന്നില്ല. പക്ഷേ നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനത്തിലൂടെ നമുക്ക് നമ്മളിൽ നിന്ന് വിട്ടുപോകരുത്. അപ്പോഴാണ് യഥാർത്ഥത്തില് ഇത്രയും കാലം ഞാൻ ചെയ്ത മണ്ടത്തരത്തെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നു, അല്ലേ? എന്തൊക്കെ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി നമ്മളിങ്ങനെ വെറുതെ മത്സരിച്ചു ശരിക്കും. അപ്പൊ ആ മത്സരം ഒക്കെ സത്യത്തിൽ എന്താണ്? നമ്മളുടെ ആ ആത്മതത്വത്തെ അറിയുന്നതിനുള്ള തടസ്സങ്ങളാണ്. ഇത് ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. ഈ നമ്മുടെ കുറ്റമല്ല, അല്ലെ? ഇതൊക്കെ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഓരോന്നും ചെയ്യിക്കുന്നത്. അപ്പം അത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ഭാഷയാണ് ഭാഗവതം. ഭാഗവതം നമുക്ക് കാണിച്ചു തരാണ്. അതിനാണ് ഭാഗവതം നമുക്ക് അതറിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് ശരിക്കും. ഇതെല്ലാം നമ്മൾ ഈ കാണുന്നതൊക്കെ മായയാണ്, മിഥ്യയാണ്, ഇതിലൊന്നും ഒരിക്കലും ഭ്രമിക്കരുതേ. ഇതൊക്കെ നമുക്ക് എന്താണ്, പിന്നീട് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം നമ്മൾ ഉദിച്ചു കഴിയുമ്പം ഇതെല്ലാം, അല്ലെ, ഒരു എന്താണ്, പൊട്ടത്തരായിരുന്നല്ലോ ഞാൻ ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചിരുന്നതും ചെയ്തിരുന്നതും എന്നുള്ള തോന്നൽ നമുക്ക് എത്തും. അപ്പം ഇത് മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗവത്തെ ആശ്രയിക്കുക. ഭാഗവത്തെ ആശ്രയിക്കുമ്പോൾ എന്താണ് ശരിക്ക് എല്ലാവരും പറയും, ഗുരുക്കന്മാരൊക്കെ പറയും, തെറ്റുകൂടാതെ എന്താണ് ഒരു പുള്ളി പോലും വിടാതെ അല്ലെങ്കിൽ വിസർഗം പോലും വിടാതെ വായിക്കണം, അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറയും. അതൊക്കെ ശരിയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥത്തിന് വ്യത്യാസം വരും, അല്ലെ? വിസർഗം മാറുമ്പോൾ അർത്ഥത്തിന് വ്യത്യാസം വരും. അപ്പോ പക്ഷെ അതിലുപരി എന്താണ്, അതിനകത്തെ തത്വം നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ എത്ര തെറ്റുകൂടാതെ വായിച്ചാലും കാര്യമുണ്ടോ അവിടെ? ഇല്ല. എത്ര തെറ്റുകൂടാതെ വായിച്ചാലും നമുക്ക് അത് കാണില്ല. അപ്പം യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാവം നമ്മളുടെ ഉള്ളിൽ പകരാൻ നമുക്ക് സാധിക്കണം. അത് പകരുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും സ്വയം നമ്മളോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ എത്ര കാലമായി ഞാൻ ഇത് ആരാധിക്കുന്നു, അല്ലെ? എത്രയോ കാലമായി ഞാൻ നാമം ജപിക്കുന്നു, എത്രയോ കാലമായി ഞാൻ നാരായണീയം ചൊല്ലുന്നു, എത്രയോ കാലമായി ഭാഗവതം വായിക്കുന്നു. എനിക്ക് ഈ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പൊ ശരിക്ക് നമ്മൾ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അത് അറിയാനെങ്കിലും സാധിച്ചാൽ ഭാഗ്യമായി. അതറിയാനും സാധിച്ചാൽ പിന്നെ നമുക്ക് എന്തായി, നമുക്ക് എന്നാ ഇനിയും കുടം മലത്തി വെച്ച് ഉള്ളിലോട്ട് വെള്ളം ഒഴിക്കാൻ നമുക്ക് ശ്രമിക്കാം, അല്ലെ? അല്ലെങ്കിൽ ശ്രമിക്കാനും പറ്റില്ല, വീണ്ടും ഇതുപോലെ തന്നെ കമത്തി വെച്ച് വെള്ളം ഒഴിച്ചോണ്ടേയിരിക്കും. ഒരു കാലത്തും ആ വെള്ളം അതിന്റെ ഉള്ളിലേക്ക് കയറില്ല, അല്ലെ? എത്രയോ ഉദാഹരണങ്ങൾ ഭാഗവതം തന്നെ കാണിക്കും. സുരാകുംഭം ഇവാപക എന്ന് പറയുന്നില്ലേ? മദ്യക്കുപ്പി ശുദ്ധമാകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ ഗംഗയിൽ മുക്കിക്കഴിഞ്ഞാൽ ശുദ്ധാവുമോ? അത് ശുദ്ധാവില്ല. അതതിന്റെ അടപ്പ് മാറ്റി അതിലെ മദ്യമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഗംഗയിൽ ചെന്ന് മുക്കിക്കഴിഞ്ഞാൽ ആ കുപ്പി ശുദ്ധായി എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലുള്ള ഈ മദ്യം, ആ മദ്യം എന്നും മാലിന്യമാണ്. അത് മുഴുവൻ നമ്മൾ കളയാൻ നമ്മൾ തയ്യാറാവണം. അത് കളയാതെ നമ്മൾ എത്ര മോടി പിടിപ്പിച്ചിട്ട് എന്താ കാര്യം? വെറുതെ കൊണ്ടിങ്ങനെ ഗംഗയിൽ കൊണ്ട് മുക്കി കഴിഞ്ഞാൽ ശുദ്ധായി എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? ഇതുപോലെയാണ് ഇന്നത്തെ നമ്മളുടെ ആരാധനകൾ. നമ്മൾ ഭാഗവതം വായിക്കുന്നതെന്നും നമ്മൾ നാരായണീയം ചൊല്ലുന്നതെന്നും നമ്മൾ ധാരാളം ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടെന്നും തീർത്ഥാടനങ്ങളിൽ പോകുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുവെങ്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഇനി എങ്ങും പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് വേണം? നമ്മളുടെ ഉള്ളിലെ ഈ മാലിന്യങ്ങളെ ഒന്ന് കറയാൻ നമുക്ക് പറ്റുമോ? ഈ വികാരങ്ങള്, ഈ കാമ, ക്രോധ, ലോഭ, മോദ, മതമാത്സര്യാദികൾ, അത് മാറിയില്ലെങ്കിൽ എത്ര വലിയ ക്ഷേത്രത്തിൽ പോയി ശയനപ്രദക്ഷിണം നടത്തിയാലും ഒരു കാര്യവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കാം. അതിന് കാലങ്ങളോളം, അല്ലെ? ഒരിക്കലും നമുക്ക് സംഭരിക്കാൻ സാധിക്കില്ല. നമുക്ക് സംഭരിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് തന്നതായിട്ടുള്ള ഒരു വലിയൊരു പാത്രമാണ് ഭഗവാൻ, അല്ലേ? ഈ വലിയൊരു പാത്രം, ഈ മനസ്സ്, അത് അതിലെ എല്ലാ മാലിന്യങ്ങളും അതിലെ ക്ലാവൊക്കെ തുടച്ച് വൃത്തിയായിട്ട് എന്ത് ചെയ്യണം? അത് സ്വർണ്ണ പാത്രം പോലെ ആക്കാൻ പറ്റണം നമുക്ക്, അല്ലെ? സ്വർണ്ണപാത്രം എന്താണ്? സ്വർണ്ണപാത്രം ഏത് ചെളി കൊണ്ടിട്ടാലും അതിന്റെ തനിമ പോവില്ല, അല്ലെ? അതിനെ പിടിക്കില്ല. ആ സ്വർണ്ണപാത്രത്തിലേക്ക് ചെളി പിടിക്കില്ല. ഈ എന്താ പറയണ്ടേ, താമര ഇലയിലൊക്കെ വെള്ളം പിടിക്കില്ല എന്ന് പറഞ്ഞ പോലെ സ്വർണ്ണപാത്രമാണെങ്കിൽ അതെന്നും തിളങ്ങിയിരിക്കും. അങ്ങനെയുള്ള സ്വർണ്ണപാത്രമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇപ്പം നമ്മളുടെ പാത്രം എങ്ങനെയാണ്? ചെമ്പാണ്. അതോ ചെമ്പെന്ന് പറഞ്ഞാൽ പോരാ, ആ ചെമ്പാണെങ്കിലും അത് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ എന്താണ്, അതിങ്ങനെ നോക്കാതെ അതിലിങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് ഇട്ടിട്ടിട്ടിട്ട് അത് മുഴുവൻ ക്ലാവ് പിടിച്ചിരിക്കുക, നിറച്ച് ക്ലാവാ. അപ്പൊ ആ ക്ലാവെല്ലാം തുടച്ചു മാറ്റിയാലല്ലേ നമുക്ക് ആ പാത്രം എന്താ, ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത്? ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടിട്ടാ അതും കൂടെ ചീത്തയാവും.
എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു എന്ന് വെച്ചാലോ അതും കൂടെ ചീത്തയാവും, അതും കൂടെ മോശമായിട്ട് വരും. അപ്പൊ അതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ പറഞ്ഞതായിട്ടുള്ള പാത്രമൊക്കെ വൃത്തിയാക്കിയിട്ട് അമ്പലത്തിലോട്ട് പോയാൽ അതാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഈ അമ്പലത്തിലെ ഭഗവാന്റെ മുമ്പിൽ പോയി നിൽക്കാൻ നമുക്ക് എന്ത് യോഗ്യതയാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒന്ന് തിരിച്ചൊന്നും പറയാത്തോണ്ടല്ലേ വിഗ്രഹം തിരിച്ചൊന്നും പറയാത്തോണ്ടല്ലേ നമ്മൾ ധൈര്യമായിട്ട് മുമ്പിൽ പോയി നിൽക്കുന്നത്. അപ്പം മഹാത്മാക്കളുടെ മുമ്പിലും ഒക്കെ പോയി നിൽക്കുമ്പം നമുക്ക് തന്നെ തോന്നണം ഞാൻ എന്ത് എന്ത് യോഗ്യത അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ എന്നുള്ളത്. അതുപോലെ ഈ പാത്രം വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് പ്രയോജനം ഉണ്ടാവും. അതിൽ നല്ല പാത്രത്തില് നല്ല നിവേദ്യത്തിന്റെ പ്രസാദം നമുക്ക് കണ്ണൻ അത് തരുന്നത്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നമുക്ക് അല്ലെ ആ മുൻജന്മ സുഹൃത്തിലൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ആനന്ദം. ഇത് വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ ഒന്ന് ഉറപ്പിച്ച് അണ്ടർലൈൻ ഇട്ട് എഴുതി വെക്കണം. ഇല്ലെങ്കിലോ അതാ എഴുതി വെച്ചാൽ മാത്രം പോരാ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മൾ വിട്ടുപോകും. അപ്പം അങ്ങനെ നമ്മളുടെ ദുഃഖത്തിനൊക്കെ കാരണമായിട്ട് വരികയാണ്. നമ്മൾ വിചാരിക്കുന്നു ഞാൻ എന്ത് സൽക്കർമ്മ ചെയ്യുന്നു എന്നിട്ട് എനിക്ക് ഒരു പ്രയോജനമില്ല, ഇപ്പോഴും ദുഃഖത്തിന് കുറവുണ്ടോ? ദുഃഖത്തിന് കുറവില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള താല്പര്യത്തോടു കൂടിയാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതായിട്ടുള്ള ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാവും. വേദവ്യാസ മഹർഷി ഒരു സംശയവും കൂടാതെ പറഞ്ഞത് എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാമം ജപിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുക. എങ്ങനെ വേണം? നാമമാകുന്ന വെണ്ണ അല്ലെ, ഒരിക്കലും ഇപ്പൊ ഈ തൈരൊക്കെ എടുത്ത പാത്രത്തിൽ പാല് കാച്ചിയാൽ എന്താ സംഭവിക്കുക? കേടാവും എന്ന് പറഞ്ഞ പോലെ അതിലുള്ളത് ആദ്യം വൃത്തിയാക്കണം. കണ്ണന്റെ വെണ്ണ പ്രസാദം എനിക്ക് അത് സ്വീകരിക്കാൻ യോഗ്യമാണെങ്കിൽ എന്ത് വേണം? കണ്ണന്റെ വെണ്ണയാണത്. ആ വെണ്ണ വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വെറുതെ സ്വീകരിക്കാൻ പറ്റുമോ? നല്ല പവിത്രമായിട്ടുള്ള സ്ഥലത്തേക്ക് അത് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ആ കണ്ണന്റെ അനുഗ്രഹം വെക്കണമെങ്കിൽ പാത്രം എപ്പോഴും എന്താണ്? വൃത്തിയാക്കി വെക്കണം. വൃത്തിയാക്കി വെച്ചാലേ ഭഗവാൻ, വൃത്തിയാക്കി വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് വെക്കേണ്ട. നമ്മള് ഭഗവാൻ തന്നെ വന്നിരിക്കും. പറയാറില്ലേ ഹൃദയേശേ അർജുന തിഷ്ഠതി അല്ലേ എന്ന് പറയാറില്ലേ? സ്വയമേവ വന്ന് ഭഗവാൻ അവിടെ വന്നിരിക്കും അവിടെ. അപ്പൊ എന്തായാലും അതിനൊക്കെ ഗുരുവായൂരപ്പൻ എല്ലാ അജ്ഞതകളെയും മാറ്റി നമുക്ക് ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. പതിവ് പോലെ നമുക്ക് ഇവിടെയുള്ള ലോകത്തുള്ള എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായിട്ടുള്ള അജ്ഞത ഒക്കെ മാറി ലോകത്തിന് നന്മയുണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന. ഇതാണ് ഓരോ ഭക്തന്മാരും ചെയ്യേണ്ടത്. അവരുടെ ആ ഒരു നന്മയുടെ ആ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാവുന്നത്. അല്ലെ, നമുക്ക് ഗോവർദ്ധന ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അവിടെ അല്ലെ. അച്ഛനോട് എന്താ പറയുന്നത് കണ്ണൻ? ഇവിടെ ഇന്ദ്രൻ വർഷിക്കുന്നത് കൊണ്ടൊന്നും അല്ല അവിടെ, പിന്നെ എന്താണ്? ഇവിടെ ബ്രാഹ്മണരുടെ കർമ്മങ്ങള് ആ ഗോവർദ്ധനത്തിന്റെ കാരുണ്യം, പ്രകൃതിയുടെ കാരുണ്യം, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ഇവിടെ നല്ലത് വരുന്നുണ്ട് എങ്കിൽ എന്താണ്? നല്ലത് വരുന്നുണ്ടെങ്കിൽ നന്മയുള്ള അല്ലെ സജ്ജനങ്ങളുടെ മഹത്വങ്ങൾ കൊണ്ടാണ്, ഭക്തന്മാരായതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ഭക്തന്മാരെ പൂജിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ ബ്രാഹ്മണർക്ക് ഭോജനം കൊടുക്കുകയും ആ ഗോവർദ്ധനത്തെ പൂജിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു സംസ്കാരം നമുക്ക് കാണാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ പ്രകൃതിയെ പോലും എന്ത് ചെയ്യണം? ഈശ്വരീയമായിട്ട് നമുക്ക് കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ആ സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സജ്ജനങ്ങൾ കാണിച്ചു തന്നതായിട്ടുള്ള ആ വികാരത്തിലൂടെ നമുക്ക് നിസ്വാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള അമംഗളങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ടെങ്കിൽ ഹേ ഗുരുവായൂരപ്പ, എൻ്റെ ഈ ഒരു എൻ്റെ ഒരു നമസ്കാരം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് അവിടുന്ന് സ്വീകരിക്കണേ. ആർക്കും ഒരിക്കലും അല്ലെ രോഗങ്ങളും അല്ലെങ്കിൽ ആർക്കും എന്താണ് ദുഃഖങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും സുഖമായിട്ട് കഴിയാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ചെയ്യാം. ഒരേ ഭാവത്തില് ഒരേ സ്വരത്തിൽ ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം.